ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഇപ്പോൾ സുജാതയുടെ അനുവാദത്തോടെ തന്നെ വീണ്ടും പൂവിറുക്കാനായി മുറ്റത്തേക്ക് വന്നിരിക്കുകയാണ് നിത്യ. പിറകെ തന്നെയുണ്ട് ജീവനും. വളരെ മോശമായ രീതിയിൽ വീണ്ടും ജീവൻ നിത്യയോട് സംസാരിക്കുന്നത് കേട്ട് നിത്യ ഇപ്പോൾ ജീവനോട് ദേഷ്യപ്പെടുകയാണ്. ജീവനൊന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞതും ജീവൻ പറയുന്നു, അപ്പൊ പിന്നെ നിനക്ക് സൗകര്യമായല്ലോ, ഇതും നാട്ടിൻ പുറത്ത് നിന്നുള്ള പഠിപ്പായിരിക്കും അല്ലേ? നിത്യ വീണ്ടും പറയുന്നു, കുറെ നേരമായല്ലോ നാട്ടിൻപുറം എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. എന്തിനാ തേടി വന്നത്? ഇപ്പൊ കാണിക്കുന്ന ഈ വൃത്തികെട്ട ആണത്തോണ്ടല്ലോ, അത് വിവാഹം തീരുമാനിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചുകൂടായിരുന്നോ? എങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നല്ലോ. അമ്മ പറഞ്ഞത് ധിക്കരിക്കരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് വീണ്ടും ഞാൻ ഉമ്മറത്തേക്ക് ഇറങ്ങിയത്. ഇനി എന്തായാലും വേണ്ട എന്ന് പറഞ്ഞ് നിത്യ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ജീവൻ പറയുന്നു, ഓഹോ, അമ്മയോട് കംപ്ലൈന്റ് പറയാനായിരിക്കും അല്ലേ? പാവ അമ്മ, പറഞ്ഞു വിശ്വസിപ്പിച്ചാൽ അമ്മയെ ചതിക്കാൻ എളുപ്പമാണ്. ചെന്നെന്റെ കുറ്റങ്ങൾ മുഴുവനും പറഞ്ഞു കൊടടി അങ്ങോട്ട്. അതിൽ നിനക്ക് സന്തോഷമാകട്ടെ. പൂവിറുക്കാൻ പറഞ്ഞിട്ട് പൂവില്ലാതെ ചെന്നാൽ കാര്യങ്ങളൊക്കെ പറയാൻ എളുപ്പമായിരിക്കും അല്ലേ? ഷോ, എന്തൊരു നാശമായത് എന്ന് പറഞ്ഞ് വീണ്ടും ആ പൂവിറുക്കുകയാണ് ഇപ്പോൾ നിത്യ പൂവിറുക്കുമ്പോൾ മനുവിനെ ശ്രദ്ധിക്കുകയാണ് ജീവൻ. നിത്യയുടെ പിൻഭാഗത്ത് വന്ന ജീവൻ നിന്നിട്ട് പറയുന്നു, പിൻഭാഗത്തെ സ്ട്രക്ചർ കൂടി അവൻ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അല്ലേ? കാണിച്ചു കൊടുക്കുക, അവൻ ഹാപ്പി ആയിരിക്കും. ദേഷ്യത്തോടെ നിത്യ മനുവിനോട് സംസാരിക്കുന്നു, ഏയ്, വ്യായാമം ചെയ്യുന്നതും ശരീര സൗകര്യം കാണിക്കുന്നതും വീടിന്റെ അകത്ത് പോരെ? തൊട്ടപ്പുറത്തെ വീട്ടിൽ സ്ത്രീകളുണ്ട്, അതിന്റെ മര്യാദ കാണിക്കണം. നിന്നെ ഒന്ന് കാണാൻ ഇവിടെ ആരും നോക്കി നിൽക്കുന്നില്ല. ഇത് കേട്ട് മനുവിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇവൻ ഇവിടെ എക്സസൈസ് ചെയ്യുന്നതിന് നിനക്കെന്താ? ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടല്ലേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരാണ് തീർക്കേണ്ടത്. ഭർത്താവിന് സംശയരോഗം ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം, അല്ലാതെ ഞങ്ങളുടെ നേർക്ക് വന്നാലുണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ തന്നെ എക്സസൈസ് ചെയ്യും. അത് പറയാൻ നിങ്ങൾ ആരാ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നിങ്ങൾ ആരും അന്വേഷിക്കാൻ വരണ്ട എന്നൊക്കെ പറയുമ്പോൾ സാർ അവിടേക്ക് വന്ന് അയാളുടെ കരണത്തടിച്ചു. മറ്റാരോട് അങ്ങനെ സംസാരിച്ചാലും നിത്യയോട് അങ്ങനെ സംസാരിക്കരുത് എന്ന് സാറ പറയുന്നു. രണ്ടുപേരോട് അകത്ത് കയറി പോകാനും സാറ പറയുന്നുണ്ട്. ദേഷ്യത്തോടെ അവർ അകത്ത് പോയി. സോറി നിത്യ, ഇനി അവരിവിടെ വന്ന് എക്സസൈസ് ചെയ്യില്ല എന്ന് സാറ പറയുകയാണ് നിത്യയോട്. ഇത് നിത്യ വേണം എന്ന് കരുതി പറഞ്ഞതല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത്രയും പറഞ്ഞ് സാറയും അകത്തേക്ക് പോയി. ദേഷ്യത്തോടെ നിത്യ ഇപ്പോൾ ജീവനെ നോക്കിയപ്പോൾ ജീവൻ പറയുന്നു, നീ അങ്ങ് കയറി സ്കോർ ചെയ്യാതടി. ഇത് കണ്ട ഞാൻ എന്താ വിചാരിക്കേണ്ടത്? ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പുണ്യവതി നീയാണെന്ന് എന്ന് വിശ്വസിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. നിത്യ പറയുന്നു, വിശ്വസിക്കണോ വേണ്ടിയോ എന്ന് നമ്മൾ തമ്മിൽ തീരുമാനിക്കേണ്ട. ചെന്ന് അമ്മയോട് ചോദിക്കേ. അമ്മ എന്ന് അവിടെ നിന്ന് വിളിക്കുകയാണ് നിത്യ. അമ്മയെ വിളിച്ചപ്പോൾ ജീവൻ അവിടെ നിന്നും എസ്കേപ്പായി. ഇപ്പോൾ സങ്കടത്തോടെ അവിടെ നിന്ന് കരയുകയാണ് നിത്യ. മനുവിന്റെ കൂട്ടുകാരനും അവിടെ ആ ടെറസിന്റെ മണ്ടയിൽ വളരെ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പോയി നിൽക്കുന്നുണ്ട്. സാറ അവിടേക്ക് വന്നു. ആ പയ്യനോട് സോറി പറയുകയാണ് സാറ. ചേച്ചി തല്ലിയതിന് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ അവരെ ഞങ്ങളെ ചീത്ത പറയായിരുന്നു. മനു പറയുന്നു, നിത്യേച്ചിയിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. അവളുടെ അവസ്ഥ നിനക്ക് മനസ്സിലാക്കാഞ്ഞിട്ടാ. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം എന്നുള്ള ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. ആ അഗ്നിപർവ്വതത്തിന്റെ പേരാണ് ജീവൻ. നമ്മളെയൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ മഹാരോഗി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾക്ക് നിന്നോട് ദേഷ്യപ്പെടേണ്ടി വന്നത്. നിങ്ങൾ ഇതിന്റെ വൈരാഗ്യം മനസ്സിൽ വെക്കരുത്. നിത്യയോടുള്ള പെരുമാറ്റവും മോശമാകരുത് എന്ന് പറയുമ്പോൾ മനു പറയുന്നു, അവരെന്തിനാ ചേച്ചി അയാളെ സഹിക്കുന്നത്? അതിന്റെ പേരാണ് കല്യാണം. ക്രൂരമായ മനസ്സുള്ള ഒരുത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ ഒരു ഭാരമാണ് താലി. അവൻ അത് ആസ്വദിക്കുന്നു, അവൾ അത് അനുഭവിക്കുന്നു. അങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രഘു ആണെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്നു. അവിടേക്ക് സുജാത ചായയുമായി വന്നു. സുജാതയുടെ മുഖം കണ്ടിട്ട് തന്നെ രഘുവിന് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. തനിക്കത് എന്ത് പറ്റിയടോ എന്ന് ചോദിക്കുന്നു. രാവിലെ തന്നെ കനമുള്ള എന്തോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുന്നു, നിത്യമോളുടെ കാര്യമാണ്. നിത്യമോൾക്ക് എന്ത് പറ്റിയെന്നൊക്കെ രഘു ചോദിക്കുമ്പോൾ സുജാത പറയുന്നു, അവൾക്ക് ഒരു പേടി പോലെ. അവളെ പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും അവൾക്ക് പേടിയാണെന്ന്. അവളെ ചുമ്മാ പറഞ്ഞതായിരിക്കുമെന്ന് രഘു പറയുമ്പോൾ സുജാത പറയുന്നു, ചുമ്മാ അങ്ങനെ പറയോ രഘു ഏട്ടാ? അവളുടെ മുഖം ഒന്ന് മാറിയാൽ അതപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അവളുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് തന്നോട് പറഞ്ഞിരിക്കും എന്നൊക്കെ രഘുവും പറയുന്നുണ്ട്. ഇയാൾ എന്തുവാടാ എപ്പോഴും സത്യം പറഞ്ഞാൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അവളുടെ കാര്യങ്ങൾ, അവള് കണ്ണു തുറക്കുന്നത്, കണ്ണു നിറയുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിരിക്കുന്നു. താൻ വേറൊന്നും നോക്കുന്നില്ല എന്നല്ല, പ്രയോറിറ്റി നിത്യമളുടെ കാര്യത്തിൽ തന്നെയാണ്. ഈ വാത്സല്യ കൂടുതൽ കൊണ്ട് തോന്നുന്നതായിരിക്കും. ഇനി അഥവാ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താൻ അടുത്ത് വിളിച്ച് ഒന്ന് ചോദിച്ചാൽ എല്ലാം പറയുമെന്നും രഘു പറയുന്നു. സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ അന്തവും കുന്തവും ഇല്ലാതെ സ്നേഹിക്കുന്ന ഒരാളാണ് താൻ. അത് എനിക്ക് നന്നായിട്ടറിയാം. താൻ വിഷമിക്കേണ്ട. മോൾക്ക് എന്തുമാത്രം വിഷമമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഞാനുണ്ട് കൂടെ. മതി രഘുവേട്ട, എനിക്ക് അവളെ എപ്പോഴും ചിരിച്ചു കാണണം, എപ്പോഴും സംതൃപ്തിയോടെ കാണണം എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെ വളരെ സങ്കടത്തോടെ പറയുകയാണ് സുജാത.
ശേഷം കാണിക്കുന്നത് ഹരിയുടെ അടുത്തേക്ക് വീണ കുറച്ച് വെള്ളവും ചൂടാക്കി കൊണ്ടുവരുന്നു. ദിവസത്തിൽ 2 നേരം കുളിക്കുന്ന ആളല്ലേ, കുളിക്കാതെ കിടക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. തൽക്കാലം ചെറിയ ചൂടുവെള്ളത്തിൽ ദേഹം നനച്ചു കൊടുക്കുക എന്നൊക്കെ വീണ പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, വേണ്ട വീണേ, എനിക്ക് ബുദ്ധിമുട്ടാകും എന്ന് കരുതണ്ട. ഹരിയേട്ടൻ എഴുന്നേറ്റ് ഷർട്ട് എഴുന്നേക്ക് എന്നൊക്കെ വീണ പറയുന്നു. വേണ്ട, ഞാൻ അഴിച്ചോളാം എന്ന് ഹരി. അങ്ങനെ ഹരി തന്നെ ഡ്രസ്സ് ഊരുകയാണ്. അമ്മാവനും എനിക്കും എന്ത് തോന്നും എന്ന് കരുതി വീണയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യണ്ട എന്നെ ഹരി പറഞ്ഞപ്പോൾ വീണ പറയുന്നു, എനിക്കിഷ്ടമില്ലാതെ ചെയ്യുന്നതെന്ന് ഹരിയേട്ടനോട് ആര് പറഞ്ഞു? അങ്ങനെ പറയുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഇങ്ങനെ ഹരിയുടെ മുതുകത്ത് മുക്കി പിടിക്കുകയാണ്. തോർത്തിൽ വീണ പറയുന്നു, എന്നെ ആരും നിർബന്ധിച്ചില്ലല്ലോ, അല്പം അധികാരത്തിൽ തന്നെ എനിക്ക് ചെയ്യാം. ഇതൊന്നും ചെയ്തു തരാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഹരിയേട്ടനെ വെച്ച് വിളമ്പിയോ ഹരിയേട്ടനെ നോക്കുകയോ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷേ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. നിനക്ക് എന്താ വേണ്ടതെന്ന് ഹരി ചോദിക്കുമ്പോൾ വീണ പറയുന്നു, എനിക്ക് ഡിവോഴ്സ് വേണമെന്ന്. ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഹരി. ഹരിയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഹരിയുടെ കാല് തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചിട്ട് കാലിലും ഇങ്ങനെ തോർത്ത് വെച്ച് മുക്കി പിടിച്ചുകൊണ്ട് പറയുന്നു, ചെറിയൊരു വീഴ്ചയിലേക്ക് പോയാൽ എനിക്ക് പുനർജന്മം തന്നതാണെന്ന് കരുതുന്നുണ്ടോ? എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. മുന്നും പിന്നും അറിയാതെ ഒരു പുരുഷനുമായി ഇടപഴകിയവളാണ് ഞാൻ. അയാളുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന ആൾ, വൃത്തികെട്ടവൾ തന്നെയാണ് ഞാൻ. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും അതിനെ എനിക്ക് തന്നവനെയും എനിക്ക് വെറുപ്പാണ്. പക്ഷേ അതിനേക്കാൾ വെറുപ്പുള്ള കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ ഭാര്യ പദവി. എനിക്ക് ഇത് വേണ്ട. ഹരിയേട്ടൻ ഒന്ന് ആലോചിക്ക്. ഉത്തരം പോസിറ്റീവായിരിക്കണം. വേർപിരിഞ്ഞേ പറ്റൂ എന്നും വീണ നിർബന്ധമായി തന്നെ ഹരിയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ഹരി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, മറുപടി പറയുന്നില്ല. വീണ വെള്ളവുമായി അവിടെ നിന്ന് പോയി അമ്മാവനോടേക്ക് വന്നു. പ്രായച്ചിത്തമാണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ തോന്നിയല്ലോ, ദൈവം അവളെ കൊണ്ട് തോന്നിപ്പിച്ചല്ലോ എന്നൊക്കെ അമ്മാവൻ പറയുന്നുണ്ട്. അവൾ നിന്നോട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഹരി ഒന്നും പറയുന്നില്ല. എൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു, മനസ്സ് നന്നാക്കി വെക്കും, പെട്ടെന്ന് ശരീരം ഓക്കെ ആവും എന്നൊക്കെ പറയുകയായിരുന്നു എന്നൊക്കെ ഹരി പറയുന്നു. എന്നാലും വീണ പറഞ്ഞ കാര്യം ഹരി ഇപ്പോൾ അമ്മാവനോട് പറഞ്ഞിട്ടില്ല. ഈശ്വര, ഇതൊരു പരീക്ഷണമല്ലായിരുന്നെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ, നീ കിടന്നു എന്നൊക്കെ സങ്കടത്തോടെ അമ്മാവൻ പറയുന്നുണ്ട്. ഇപ്പോഴും ഹരിയാണ് വിഷമത്തോടെ ഇരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നിത്യ വീണ്ടും പൂവിറുക്കാനായി മുറ്റത്തേക്ക് വന്നു. ജീവനും പിന്നാലെ വന്നിട്ടുണ്ട്. അവനെ കാണിക്കാനായി വീണ്ടും വന്ന് നിൽക്കുകയാണ്. ഇന്നത്തോടെ അവന്റെ ശല്യം തീർക്കണമെന്നൊക്കെ ജീവൻ വിചാരിക്കുന്നുണ്ട്. ജീവൻ ഇപ്പോൾ നിത്യയുടെ പിന്നിലേക്ക് വന്നു. എന്നിട്ട് ഒരു മുഖം മൂടി ഇടുന്നുണ്ട്. ഒരു കോട്ടും എടുത്തിട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇത് ജീവൻ അല്ല എന്ന് തോന്നിപ്പിക്കാനുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു. മുഖവും നന്നായി മറച്ചിരിക്കുന്നു. പിന്നെ ഒരു കോട്ടും മഴക്കോട്ടും അതും എടുത്തിട്ടിരിക്കുന്നു. കയ്യിൽ ഗ്ലൗസുമുണ്ട്. എന്നിട്ട് പുറത്തുകൂടി അങ്ങോട്ടേക്ക് വരികയാണ്. നിത്യയുടെ പിൻഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. നിത്യ ഇങ്ങനെ കടന്നു പിടിക്കുകയാണിപ്പോൾ. ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അമ്മേ അമ്മേ എന്ന് ഉറക്കി വിളിക്കുന്നുണ്ട് നിത്യ. മുകളിൽ നിന്നും ശരവണൻ ഇങ്ങനെ ഉറക്കി വിളിക്കുന്നു. സുജാതയും രഘുവും അവിടേക്ക് വന്നു. അവരെ കണ്ടതും ഓടി രക്ഷപ്പെടാൻ തുടങ്ങുകയായിരുന്നു ജീവൻ. പെട്ടെന്ന് ശരവണനും രഘുവും എല്ലാവരും അവിടേക്ക് വന്നു. എന്നാൽ ശരവണനെ തള്ളി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ജീവൻ. എല്ലാവരും ഇപ്പോൾ ജീവനെ പിടിച്ച് മുറുക്കി വെച്ചിരിക്കുകയാണ്. ഇവന്റെ മാസ്ക് ഒന്ന് മാറ്റി, ആരാണെന്നൊന്ന് കാണട്ടെ എന്നൊക്കെ സുജാത പറയുന്നു. മാസ്ക് മാറാൻ നേരത്ത് എല്ലാവരെയും തള്ളി മാറ്റുകയാണ്. സുജാത പോയി വീണു കഴിഞ്ഞു. എന്നാൽ അതിനിടയിൽ കൂടി മാസ്കിനിടയിൽ കൂടി ഇപ്പോൾ മുഖത്ത് നോക്കി തന്നെ ഒരൊറ്റ ഇടി കൊടുത്തിരിക്കുകയാണ് നിത്യ തന്നെ ജീവന്. അതിൽ വേദന കൊണ്ട് പെട്ടെന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ജീവൻ. മതിൽ ചാടി പോകുന്നു. പിന്നാലെ തന്നെ ശരവണനും രഘുവും ഒക്കെ ഉണ്ട്. അടുത്ത മതിൽ ചാടിക്കടന്ന് മറ്റൊരു വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പോൾ ജീവൻ. ഇപ്പോൾ കുറച്ച് ആൾക്കാരും അവിടെ വന്നിരിക്കുന്നു. സാറയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ വന്ന് കയറിയിരിക്കുന്നത്. മുറ്റത്ത് നിന്ന് സാറ സാറ എന്ന് വിളിക്കുകയാണ് ഇപ്പോൾ സുജാത. എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടുപോയിരിക്കുകയാണ് ജീവനും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.